ഏതായാലും അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തള്ളി എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ വാർത്ത കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനത് പറയുന്നത്. അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന് തോന്നിയിട്ടുണ്ടാവുക ആ റിപ്പോർട്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നതിൻ്റെ കൂടി നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഫർദർ റിപ്പോർട്ട് അല്ലെങ്കിൽ തുടർച്ചയായ റിപ്പോർട്ട് ഒരു പരിശോധന ആവശ്യമായിട്ട് വരുന്ന പക്ഷം എനിക്ക് പറയാനുള്ളത് ഒട്ടും തന്നെ നീട്ടിക്കൊണ്ടുപോകാതെ ജനങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന തരത്തിലുള്ള വിശ്വാസയോഗ്യമായ രീതിയിലുള്ള അന്വേഷണം നടന്നേ മതിയാകും. ഈ റിപ്പോർട്ട് ഗവൺമെൻറ് തള്ളി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനങ്ങൾ വിചാരിക്കുക റിപ്പോർട്ട് വേണ്ടത്ര രീതിയിൽ പരിശോധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണല്ലോ തള്ളുന്നത്. അപ്പോൾ സർക്കാർ അങ്ങനെ ഈ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ ഇനി നടക്കുന്ന അന്വേഷണം ഈ പൂരം കലക്കിയതിൻ്റെ പിന്നിലുള്ള എല്ലാ തരത്തിലുള്ള വസ്തുതകളും ഗൂഢാലോചനകളും രാഷ്ട്രീയ ഇടപെടലുകളും പൂർണ്ണമായും പുറത്തു വരാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, ഞാനതിനകത്ത് ഇപ്പോൾ ഏത് ഏജൻസിയാണ് ഇനി അന്വേഷണം നടത്താൻ പോകുന്നതെന്ന് സംബന്ധിച്ച് സർക്കാരിൻ്റെ വ്യക്തമായ നിലപാട് വന്നിട്ടില്ല. ആ നിലപാട് വന്നാൽ മാത്രമേ നമുക്ക് ഏത് ഏജൻസി വേണം എന്നതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് DGPയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുമെന്നുള്ളതാണ്. അപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ ADGPയെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ട് സർക്കാർ സ്വീകരിക്കാതെ അത് തള്ളി എന്ന് ആണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനേക്കാൾ ഉയർന്ന തലത്തിൽ അന്വേഷണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും സർക്കാർ അങ്ങനെ ഒരു അന്വേഷണത്തിൽ നിന്നും പിന്നെ നിഗമനത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ ഇടവന്നിട്ടുണ്ടാവുക. അപ്പോൾ സർക്കാർ ഇനി ഏത് ഏജൻസിയെ കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് അതിൻ്റെ പ്രഖ്യാപനവും തീരുമാനം വരുമ്പോഴാണ് നമുക്കത് സംബന്ധിച്ച അഭിപ്രായ പ്രകടനം നടത്താൻ സാധിക്കുക. ഇതിനകത്തൊരു ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ മറ്റ് തലത്തിലൊക്കെ ഇപ്പോൾ ADGP അന്വേഷിക്കും. ഈ കേരളത്തിലെ അന്വേഷണ ഏജൻസികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ADGP തന്നെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ അത് മറ്റൊരു അന്വേഷണം വേണം എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പോലീസ് തന്നെയാണല്ലോ, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ തലത്തിലേക്കല്ല ഇനി വരേണ്ടത് ശരിക്കും? അല്ല, അതിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഞാനിപ്പോൾ നടത്തുന്നത് ശരി, കാരണം അതൊരു പൊളിറ്റിക്കലായിട്ട് എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. അപ്പോൾ പാർട്ടി എന്ന നിലയിൽ അത്തരം ഒരു അന്വേഷണം സംബന്ധിച്ച് എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ തീരുമാനം എന്താണെന്ന് പറയാതെ എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അത്രയും കാര്യം നടത്തുന്നത് ശരിയായിരിക്കില്ല. കാരണം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഡിസിഷൻ വരേണ്ട ഒരു കാര്യമാണ്. മറ്റേതെങ്കിലും രീതിയിലുള്ള ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണോ വേണ്ടേ എന്നുള്ള കാര്യമൊക്കെ തന്നെ രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ചുള്ളൊരു രാഷ്ട്രീയ അഭിപ്രായം എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അത് പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ്. അത് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് അവർ പറയുമ്പോൾ അത് ഞാനും കേൾക്കുക എന്നല്ലാതെ എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റില്ല.